തൃശൂർ അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും ആക്ഷേപിക്കുകയും തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ചെയ്യാനുള്ള ചില കേന്ദ്രങ്ങളുടെ സംഘടിത ശ്രമങ്ങളെ എന്തു വില കൊടുത്തും പ്രതിരോധിക്കുമെന്ന് തൃശൂർ അതിരൂപത നേതൃയോഗം. അതേസമയം സമരം അവസാനിപ്പിക്കാൻ സർക്കാർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. UNA സമരത്തിന്റെ മറവിൽ അതിരൂപത ആസ്ഥാനം ഉപരോധിച്ചത് അപലപനീയമെന്ന് തൃശൂർ അതിരൂപത നേതൃയോഗം അഭിപ്രായപ്പെട്ടു. അമല ജൂബിലി ആശുപത്രികളിലെ സമരത്തിന്റെ പേരിൽ തൃശൂർ അതിരൂപതയെയും അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെയും ആക്ഷേപിക്കുകയും തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ചെയ്യുവാനുള്ള ചില കേന്ദ്രങ്ങളുടെ സംഘടിത ശ്രമങ്ങളെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കുമെന്നും തൃശൂർ അതിരൂപത നേതൃയോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ സ്വകാര്യ ആശുപത്രി ജീവനക്കാർക്കും ബാധകമാകുന്ന മിനിമം വേജസ് പരിഷ്കരണം അടിയന്തരമായി പ്രസിദ്ധീകരിച്ച് നടപ്പിലാക്കുവാനും സമരം അവസാനിപ്പിക്കുവാനും സർക്കാർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. അതേസമയം മിഷൻ ആശുപത്രികളായി നിലകൊള്ളുന്ന പാവപ്പെട്ടവരും സാധാരണക്കാരും ആശ്രയിക്കുന്ന ജൂബിലി അമല ആശുപത്രികളെ തകർത്ത് തൃശൂരിലേക്ക് കടന്നുവരുന്ന കോർപ്പറേറ്റ് ആശുപത്രികൾക്ക് വഴിയൊരുക്കുന്നതിനാണ് സമരക്കാർ ശ്രമിച്ചു വരുന്നതെന്നും യോഗം കുറ്റപ്പെടുത്തി. യോഗത്തിൽ വികാരി ജനറൽ മോൺസിനോർ ജേസൺ കുനംപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. മോൺസിനോർ ജോസ് കോനിക്കര, വൈദിക സമിതി സെക്രട്ടറി ഫാദർ അലക്സ് മറോട്ടിക്കൽ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, ഏകോപന സമിതി സെക്രട്ടറി ഷിൻഡോ മാത്യു, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കാശ്ശേരി, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ പ്രൊഫസർ ജോർജ് അലക്സ് എന്നിവർ പ്രസംഗിച്ചു. ഷിക്കനാനൂസ്, തൃശൂർ.